കർത്താവാണ് ഓൺലൈനിൽ സംസാരിക്കുന്നത്. ഞാനിങ്ങനെ ശബ്ദം കൊടുക്കണമെന്നേ ഉള്ളൂ. അറിഞ്ഞ് ആവർത്തിച്ച് വണ്ടിയിൽ പോകുമ്പോഴും കാപ്പി അതിനെത്തുമ്പോഴും കഞ്ഞി ചെരിക്കുമ്പോഴും അല്ലെങ്കിൽ വാറ്റുമ്പോഴും ഒക്കെ ഈ മനസ്സിൽ നമുക്കൊരു മുടക്കം കൂടാതെ പ്രാർത്ഥിക്കാൻ പറ്റിയതാണ്, അല്ലേ? അങ്ങയുടെ നാമത്തെ നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാവുന്ന മഹത്വത്തെ വെളിപ്പെടുത്തുന്ന വിടുതൽ പ്രാപിപ്പിക്കുന്ന നമ്മൾ ആ തത്സമയം കടന്നു പോകുന്ന വിഷയങ്ങളിൽ നിന്ന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും ലളിതമായ ഒരു കുഞ്ഞു പ്രാർത്ഥനയാണ്. എന്താണ്? ദൈവമേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പക്ഷെ പ്രാർത്ഥനയിൽ വെച്ച് ഏറ്റവും ടോപ്പ് പ്രാർത്ഥനയാണ്. ഒന്ന് പറഞ്ഞ്, ദൈവമേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇത്രയും പറയണമെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ വേണം. നമുക്ക് വിശ്വാസം വേണം, പിന്നെന്താണ്? ദൈവസ്നേഹം വേണം, പ്രത്യാശ വേണം. ഈ തിയോളജിക്കൽ വെർച്വസ് എല്ലാം വേണം. ദൈവികമായ പുണ്യങ്ങൾ എന്തൊക്കെയാണ്? വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഇത്രയും ചില പ്രാർത്ഥനകൾക്ക് വിശ്വാസം മാത്രം മതി, ചില പ്രാർത്ഥനകൾക്ക് ദൈവസ്നേഹം മതി. ചില പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ നമുക്ക് വിശ്വാസം മതി, ചില പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കാൻ നമുക്ക് പ്രത്യാശ മതി. പക്ഷേ ഈ ഒരു വരി പ്രാർത്ഥന, ദൈവമേ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് വിശ്വാസം വേണം, പ്രത്യാശ വേണം, ദൈവസ്നേഹം വേണം. ഇത് ഈ തിന്മയിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടി ഈ കുഞ്ഞു പ്രാർത്ഥന കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. പക്ഷെ അതിൻ്റെ സമ്മറിയാണ് ഈ പറയണത്. ആ പ്രാർത്ഥനയും ചുരുക്കിയിട്ടാണ് ഒരു കുഞ്ഞു പ്രാർത്ഥന. എന്താണ്? പിതാവേ, അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇത് നമ്മളിങ്ങനെ ഇപ്പോൾ വില്ലേജ് ഓഫീസിൻ്റെ വാതിക്കൽ നമ്മൾ അങ്ങയുടെ വഴക്കം കേട്ട് നിൽക്കുകയാണ്. ഈ ജന്മത്തിൽ സംഭവം നടക്കത്തില്ല എന്ന് അവർ പറയുന്നു, എല്ലാവരും പറയുന്നു. അപ്പോഴും നമ്മൾ വിട്ടുകൊടുക്കത്തില്ല. എന്താ കാര്യം? ഇങ്ങനെ പല സർപ്പങ്ങളും തേളുകളും ഒക്കെ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. നിയമപരമായ തടസ്സങ്ങളുണ്ടാവും. ചിലപ്പോൾ നിയമപരമായ തടസ്സങ്ങളുണ്ടാവും, ചിലപ്പോൾ ശാരീരിക തടസ്സങ്ങളുണ്ടാവും, ചിലപ്പോൾ ടൈമിൻ്റെ തടസ്സമുണ്ടാവും, സമയത്തിൻ്റെ തടസ്സം. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ എല്ലാ തടസ്സങ്ങളെയും ഒറ്റയടിക്ക് ഒരു വലിയ മല പോലെ വന്ന കാർമേഘങ്ങളെ കാറ്റ് തുരത്തി കളയുന്ന പോലെ കളയാൻ പറ്റുന്നതാണ് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. പറഞ്ഞേ, പിതാവേ എന്ന് പോലും വിളിക്കേണ്ട ആവശ്യമില്ല, രണ്ടുപേരും മതി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പം അത് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും എല്ലാം അതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മൾ പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പറയുമ്പോഴെന്ത് വേണം? വിശ്വാസം വേണം, പ്രത്യാശ വേണം, സ്നേഹം വേണം. നമുക്ക് ആവതില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഇത് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഐസിയുലാണ്, ഓർമ്മയുണ്ട്. പക്ഷേ ഓർമ്മയുണ്ടെങ്കിൽ ഏറ്റവും പറയാവുന്ന പ്രാർത്ഥന ഇതാണ്: അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുക. എല്ലാ വശത്തുനിന്നും സ്ട്രിപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്സിജൻ തരുന്നുണ്ട്, ആഹാരത്തിന് വേറെ ട്യൂബുണ്ട്, ഭക്ഷണത്തിന് വേറെ ട്യൂബുണ്ട്, മൂത്രത്തിന് പോകാൻ വേറെ ട്യൂബുണ്ട്. മൊത്തം ട്യൂബിൽ കിടക്കണം വിചാരിച്ചു. അപ്പോൾ നമുക്കൊരു ചെറിയ ഓർമ്മയുണ്ടെങ്കിൽ, ചെറിയ ഓർമ്മ മതി, മിനിമം വോൾട്ടേജ് ഓർമ്മ മതി. അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. ഇപ്പം നമ്മൾ ആരുമില്ലാത്ത ചില സമയത്ത് ഒരു മനുഷ്യൻ്റെ തീഷ്ണത അളക്കണ എപ്പോഴാണെന്നറിയാവോ? ഗ്രൂപ്പിൽ വെച്ച് അവനെന്ത് പറഞ്ഞു എന്നുള്ളതല്ല പ്രശ്നം. കമ്മ്യൂണിറ്റി, സമൂഹത്തിൽ വെച്ച് അവനെന്ത് പറഞ്ഞു, എന്ത് പ്രഖ്യാപിച്ചു എന്നുള്ളതല്ല. ദൈവം തിരഞ്ഞെടുത്തവരെ ദൈവം തിരഞ്ഞെടുക്കുമ്പോൾ സംഭവിക്കുന്നത്
ദൈവവും നീയും മാത്രമാകുന്ന ഒരു അഭിമുഖത്തിന് നിന്നെ തിരഞ്ഞെടുക്കും ദൈവം. അവിടെ വേറെ ആരും ഉണ്ടാകത്തില്ല. അപ്പ, അമ്മ, ചിറ്റപ്പ, നോബഡി ആരും ഉണ്ടാകത്തില്ല. നിൻ്റെ കോച്ച്, നിൻ്റെ ട്രെയിനറ് ആരും ഉണ്ടാകത്തില്ല. നോബഡി. നീ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഓർക്കണത്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാത്രമാകുന്നു. ഇപ്പോൾ കോടതി കയറി നിൽക്കുകയാണ് നമ്മൾ. ഇപ്പോൾ ഞാൻ കൂട്ടിക്കയറി നിന്നിട്ടുണ്ട് 2 പ്രാവശ്യം. അപ്പോഴേ കോടതി കയറി നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മളോട് ആയിട്ടാണ് മജിസ്ട്രേറ്റ് ചോദിക്കണത്. ആ സമയത്ത് നമുക്ക് പറഞ്ഞു തരാൻ നമ്മുടെ വക്കീലൊക്കെ ഉണ്ടെങ്കിലും വക്കീൽ പറഞ്ഞു തരാൻ പറ്റത്തില്ല. ആ സമയത്ത് നമ്മളോട് ഡയറക്റ്റ് നമ്മളെ വിസ്തരിക്കുകയല്ലേ, ഡയറക്റ്റ് ചോദിക്കുകയും. അപ്പോഴേ ഈശോ പറയാം, ഇങ്ങനെയുള്ള സെക്കുലർ മൂവ്മെൻറ്റ്സ്, സെക്ലൂഡഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സിനെ ബൈബിൾ സുന്ദരമായ രീതിയിൽ അഡ്രസ്സ് ചെയ്യും. എന്താണ്? നീ ഇങ്ങനെ നിർത്തപ്പെടുന്ന സമയമുണ്ട്, ഇങ്ങനെ നീ നിർത്തപ്പെടും. അങ്ങനെ എവിടെ നിർത്തപ്പെട്ടാലും, അധികാരസ്ഥാനത്തായാലും ശരി, നിയമ ഉത്തരവാദിത്തമുള്ള സ്ഥലത്തായാലും ശരി, നീ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സ്ഥലം. ഈ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സ്ഥലത്ത് എത്ര കൗണ്ട്, നമ്മുടെ ഒരു ആധ്യാത്മികത കൗണ്ട് നമുക്ക് അളക്കണത് എത്ര പ്രാവശ്യം നമ്മൾ ഒറ്റക്ക് നിർത്തപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു കൗണ്ടിലാണ്. എല്ലാം അങ്ങനെയാണെന്ന് അറിയത്തില്ല. ഞാൻ പഠിച്ചത് ഞാൻ നിങ്ങളോട് പറയുന്നു. എൻ്റെ കർത്താവ് മനസ്സിലാക്കി തന്ന സത്യങ്ങൾ, എൻ്റെ വചനം കേൾക്കുന്ന, എന്നിലൂടെ ദൈവത്തെ കേൾക്കുന്ന, എൻ്റെ വചനം ഞാൻ പറയാൻ പറ്റത്തില്ല, എൻ്റെ വചനമല്ല ഞാൻ പറയണം. എന്നിലൂടെ ദൈവത്തെ കേൾക്കുന്നവർക്ക് ദൈവത്തിൻ്റെ ആഹാരമാണത് കൊടുക്കണേ. എന്താ കാര്യം? കൗണ്ട് യുവർ സെക്ലൂഡഡ് ടൈം. എന്നുവെച്ചാൽ നീ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സ്ഥലങ്ങളെ നീ ശ്രദ്ധിക്കുക. അവിടെ നമുക്ക് ഗ്യാരണ്ടി ഉണ്ട്. എന്താണ്? 12:12 ഗ്യാരണ്ടി എന്താണ്? വായിച്ചോളൂ. ലുക്ക 12:12. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 12:12. എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഇത് ഭയങ്കര സംഭവമല്ലേ? എന്താണ്? നിങ്ങളെ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സമയം, അധികാരസ്ഥാനത്തോ വേറെ ഏതെങ്കിലും സിറ്റുവേഷനിലോ, നിങ്ങൾ ഇപ്പോൾ രോഗത്തിൻ്റെ മുഖത്തോ ഒറ്റക്ക് നിർത്തപ്പെടുന്ന സമയം, ആ സമയത്ത് നിങ്ങൾ ആകുലപ്പെടേണ്ട. എന്താണ്? ആ സമയത്ത് നിങ്ങൾ പറയേണ്ടത് എന്താണെന്ന് നിങ്ങൾക്ക് വേണ്ടി പറയാൻ ഞാൻ ആളെ നിശ്ചയിച്ചിട്ടുണ്ട്. എൻ്റെ മക്കളെ, വിശ്വാസ ജീവിതം എന്ന് പറയണത് ഇന്നോ നാളെയോ അങ്ങ് അവസാനിക്കണതല്ല. ഇത് ഓരോ പാഠം കഴിയുമ്പോൾ അടുത്ത പാഠം വരും. ആ ഒരു പാഠം കഴിയുമ്പോഴേ, ഇപ്പോഴ് ഞാൻ നിങ്ങൾ പറയട്ടെ, ഈശോ ഒരു വാക്ക് പറഞ്ഞായിരുന്നല്ലോ, നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രുതികടെ മക്കളെ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്ക 12:34. ലൂക്ക 12:34. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. കേൾക്കുമ്പോൾ സിമ്പിൾ വാക്കാണ്. ഇപ്പം അച്ഛൻ്റെ മനസ്സിൽ ഈശോ തന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് എന്താ വചനം പറഞ്ഞ്, നിന്റെ നിക്ഷേപം എവിടെയോ എന്ന് പറഞ്ഞ്, നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും. അവിടെയായിരിക്കും നിന്റെ ഹൃദയവും. നമ്മുടെ ഹൃദയം എവിടെയായിരിക്കും? ഇപ്പം ഈശോ എന്താ പറഞ്ഞത്? നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും.